ഹലോ മക്കളെ, ഞങ്ങളും കണ്ണാടിക്കൽ ചന്തയിൽ പോയിട്ടോ. ഒരുപാട് കാലത്തോളം ഞാൻ ആഗ്രഹിച്ചൊരു ഇതാണ് കണ്ണാടിക്കൽ ചന്തയിൽ പോകണമെന്ന്. കാരണം ഇത്രയും വലിയൊരു സ്ഥലത്ത് ഞാൻ പോയില്ലേ, ഒരു മോശമല്ലേ? കാരണം ഇത്രയും അടുത്തായിട്ട്. പക്ഷെ അന്നൊന്നും ലാലേട്ടൻ വിട്ടില്ല. ഇന്ന് ലാലേട്ടനോട് പാറു, അച്ഛാ എനിക്ക് കണ്ണാടിക്കൽ പോകണം 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 എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ എന്നാൽ പോയിട്ട് പെട്ടെന്ന് വന്നോളാൻ പറഞ്ഞു. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് എത്തിക്കോളാൻ. എന്നാലും വേണ്ടില്ല, 1 മണിക്കൂർ എങ്കിലും 1 മണിക്കൂർ എന്നാലും ഞങ്ങൾ കിട്ടിട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കമ്മലിലേക്ക് ഇങ്ങനെ നോക്കുക. അമ്മ കമ്മലിലേക്ക് നോക്കണ്ട അമ്മ, എനിക്കെന്തെങ്കിലും വാങ്ങിത്തരുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു വാങ്ങിത്തരാൻ എൻ്റെ അടുത്ത് ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞു. നിൻ്റെ പോക്കറ്റ് മണി നീ കൊണ്ടുവന്നിട്ടുണ്ടോ ചോദിച്ചു. ഓ എന്ന് പറഞ്ഞു. എന്നാൽ അമ്മേൻ്റെ വക എനിക്ക് ഈ മോതിരൊന്ന് വാങ്ങി തരണം, എന്നാൽ നീ വാങ്ങിക്കോ മോളെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു വേഗം വാങ്ങയ്യാ, ഇതിൽ എഴുതങ്കിയാ എപ്പിടിയങ്കിയാ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു എനിക്ക് വേണ്ട അമ്മ, ലച്ചു വാങ്ങുന്നില്ല അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ അവൾക്ക് വേണ്ടൊക്കെ വേണ്ട, എനിക്കിപ്പോൾ അത് നിർബന്ധം. അങ്ങനെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതൊന്നും വാങ്ങിയിട്ടില്ലേ, വെറുതെ ഞാൻ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഡാൻസ് കളിച്ചാൽ ഗിഫ്റ്റ് ഉണ്ട് പോലും. അതാ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് നീയ നമ്മളെ മുന്നേ പെട്ടത് കേട്ടോ. നീയനെ കണ്ടതോ പാറക്കുട്ടിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. നീ എൻ്റെ അനിയത്തിയും നീ എൻ്റെ അമ്മേനെയും നീ എൻ്റെ കസിനെയൊക്കെ കാണാൻ പറ്റിയിട്ട് ഒരുപാട് സന്തോഷം. അങ്ങനെ നീയേയും പാറും നല്ല ബെസ്റ്റീസാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഇത് നമ്മൾ ലച്ചു അവളെ അയൽവാസിയും ഫ്രണ്ടുമാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കുറേ സംസാരിക്കുക ചെയ്ത് അവർ പറഞ്ഞു ഞങ്ങൾ പോട്ടെ, നമ്മൾ കാണാം, അവിടെ നിന്ന് എവിടെയെങ്കിലും കാണാൻ ഇനിയും പറ്റും കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ വട്ടം കറങ്ങി വരുമ്പോൾ പിന്നെ ഇതാ നീയ നമ്മളെ മുന്നിൽ. അപ്പോൾ പാറുക്കുട്ടി നീയയ്ക്കൊരു മാല വാങ്ങി, നീയ പാറുക്കുട്ടിക്ക് ഒരു മാല വാങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ മോഡൽ മാലയാട്ടോ വാങ്ങി. അങ്ങനെ സന്തോഷമായി. അങ്ങനെ ഞാൻ പറഞ്ഞു ലച്ചുവിനൊന്നും വേണ്ടേ പാറു, നിങ്ങൾ രണ്ടാൾ മാത്രം അങ്ങനെ വാങ്ങുകയാണെന്ന് വെച്ചു. അപ്പോൾ ലച്ചുവിനും വാങ്ങി കൊടുത്തിട്ടോ. പിന്നെ ലൈബയ്ക്കും ഒന്ന് എടുത്തിട്ടുണ്ടേ. അങ്ങനെ മാലയൊക്കെ വാങ്ങി അവർ സന്തോഷത്തോടു കൂടി എന്തൊക്കെയോ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞു നമ്മൾ പോകാം പാറൂസേ എന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, നമുക്ക് ഇവിടെയൊക്കെ കാണണം. ഞാൻ ചോദിച്ചു നീ എങ്ങോട്ടാ മോളെ ഈ ഉള്ളിലേക്ക് പോകുന്നത്, ഇതൊന്നും വാങ്ങാൻ ഞാൻ നിൽക്കൂല കേട്ടോ, ഇപ്പോൾ വേഗം വാ, സമയം ലൈറ്റായി, വാ പോവാ അവിടേക്ക് ഇതൊക്കെ ഒന്ന് കാണട്ടെ പറഞ്ഞിട്ട് കച്ചറ. അങ്ങനെ അവരിത് കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. ഒന്നും വേണമെന്നൊന്നും പറഞ്ഞില്ല, വാശിയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ഒന്ന് ചെറിയൊരു കാര്യത്തിൽ മാത്രം വാശി പിടിച്ച് ആകാശത്തുണി കയറാൻ. അപ്പോൾ ഈ സമയം ഇരുടാവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാലട്ടനോട് ചീത്തയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അതിൽ കയറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ റോട്ടിൽ കൂടെ ഇങ്ങനെ അപ്പുറത്ത് കൂടെ വന്ന് ഇപ്പുറത്ത് കൂടെ ചാടുകയാണ് കേട്ടോ. റോട്ടിലൊക്കെ അമ്മമാർ തിരക്കാണ് ഗൈസ്, ഒന്നും പറയണ്ട. അങ്ങനെ എങ്ങനെയെങ്കിലും വീടെത്തി കിട്ടിയാൽ മതിയുള്ളൊരു മൈൻഡാണ് കേട്ടോ. കാരണം തിരക്ക് മൂലം വണ്ടി വെച്ചതൊരു സൈഡിലേക്കാണേ. അങ്ങനെ ഇതാ ഇങ്ങനെ അവിടെ നിന്ന് സ്റ്റെക്കാവുന്നുണ്ട് പാറും ലച്ചും കൂടിയും. എന്നാലും ഇതാ ഇങ്ങോട്ട് നോക്ക്, ഈ മുള കാണാൻ നല്ല രസമല്ലേ, എനിക്ക് എന്താ മുള ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ ഈ ബലൂണുകളൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുന്നത്. അപ്പോൾ അവിടേക്ക് നോക്കുമ്പോൾ അവിടെയും യന്ത്രൂഞ്ഞാലും മറ്റേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അവിടേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല, കാരണം അത്രയും സമയമല്ല. പിന്നെ ഞാൻ കുറേ ബലൂൺസിൻ്റെ ഇടയിൽ നിന്നിട്ട് പാറക്കുട്ടീൻ്റെയും ലച്ചുവിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്ത് ഞാനിങ്ങനെ കുറേ എണ്ണം എടുത്തിട്ടോ. അങ്ങനെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ പോലീസ് ചേട്ടന്മാർ ഇതിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. കാരണം അത്രയും ജനങ്ങളാണല്ലോ. ഇപ്പോൾ ഇവരൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ എന്തെങ്കിലും കച്ചറൊക്കെ ഉണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ വേണമല്ലോ പോലീസ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് മുളക് ബജ്ജി കഴിച്ചിട്ടോ. 2 എണ്ണം എനിക്കും പാറക്കുട്ടിക്കും, 2 എണ്ണം സി ചേച്ചിക്കും ലച്ചുവിനാണ് കേട്ടോ. അപ്പോൾ പാറക്കുട്ടി പറഞ്ഞു എനിക്ക് വേണ്ട അമ്മയെന്ന്. വേണ്ട ഞാൻ കഴിച്ചോളാർന്ന്. അങ്ങനെ സി ചേച്ചിയും കഴിക്കുകയാണ്, ഞാനും കഴിക്കുകയാണ്, ലച്ചും കഴിക്കുകയാണ് കേട്ടോ. പാറു കഴിച്ചില്ല. പിന്നെ സി ചേച്ചി ഇതാ ഐസ്ക്രീം വാങ്ങി തരുന്നത്. ഏതാ വേണ്ട വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വാനില മതി, പാറുവിന് ബട്ടർ വേണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ സി ചേച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങി തന്നിട്ട്, അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി, ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ ചേച്ചി ഞാൻ ക്യാഷ് കൊടുക്കാമെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു വേണ്ട ഞാൻ കൊടുത്തോളാം. അപ്പോൾ ചേച്ചീൻ്റെ ഒരു ആഗ്രഹമല്ലേ, എന്നാൽ ചേച്ചി കൊടുത്തോട്ടെ ഞാനങ്ങനെ വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ നല്ല ഐസ്ക്രീമൊക്കെ തട്ടി വിട്ട് ഞങ്ങളിതാ ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ് ഗൈസ്. സമയം ഏകദേശം 6:30 ആവാനായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം വിടുകയാണ് കേട്ടോ. അങ്ങനെ ചേച്ചി ഗൂഗിൾ പേ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളിങ്ങനെ അവിടുന്ന് യാത്രയാവണം. ടാറ്റാ.